ഇത് 2021 മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ ആകെ 50 സംതിങ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഈ പറഞ്ഞോളം തന്നെ നല്ലൊരു വണ്ടി തന്നെയാണ്. ഇത് വണ്ടി ആകെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23 മോഡൽ വണ്ടി. ഒരു കഴിഞ്ഞോ? ഇത് നമുക്ക് വാറണ്ടി ഉണ്ട്. ഇപ്പം കമ്പനി വാറണ്ടി തന്നെ ഉണ്ടോ? ആ കമ്പനി വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടിയിലേക്കാണ് 15,000 മാത്രമേ സിംഗിൾ ഓണർഷിപ്പ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടുത്തെ ഓട്ടത്തിന് പോണ വണ്ടി V30 ആണ്. അതായത് ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വലുപ്പമുണ്ട്, കാര്യങ്ങളുടെ അത്യാവശ്യം ടെന്നേജ് കയറിപ്പോവും. അതായത് ഒരു സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ല വണ്ടിയുടെ ഒരു പ്രത്യേക വണ്ടി. എന്നെ പലരും കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ അന്വേഷിച്ച് വിളിക്കാറുണ്ട്. നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ, ഇപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവർക്കൊക്കെ കൊടുക്കുന്ന ഒറ്റ സ്ഥലമാണ്, പറഞ്ഞു കൊടുക്കുന്ന ഒരൊറ്റ സ്ഥലമാണ്. കാരണം ധൈര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. വാറണ്ടി കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന, സാധാരണ യൂസ്ഡ് കാറുകൾക്കൊക്കെ വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ യൂസ്ഡ് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ക്യാപ്സിലാണ്. ക്യാപ്സ് വാ, നമുക്ക് സുഷിനെ സ്വാഗതം ചെയ്യാം. സുഷിൻ, സ്വാഗതം. നമസ്കാരം. സുഖം തന്നെ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ടാറ്റയുടെ ഡീലേഴ്സാണ്, നമ്മൾ മുന്നേ പറഞ്ഞിട്ട് അല്ലേ? ഓക്കെ, ടാറ്റ ഡീലേഴ്സാണ്. ഇപ്പോൾ കോഴിക്കോട് പുതിയൊരു ഷോറൂം പാവങ്ങാട് അല്ലേ? ആദ്യം മഞ്ചേരി ഉണ്ടായിരുന്നു അല്ലേ? മഞ്ചേരി, കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, പിന്നെ താമരശ്ശേരി തുടങ്ങി. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് തുടങ്ങിയ കോഴിക്കോട് അല്ലേ? പിന്നെ നമുക്ക് ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ അതേമാതിരി ഇവിടെ നമ്മളെന്താ പറയാ കണ്ണൂര്, ഇരിട്ടിണ്ട്. അത് ശരിയാ. ഓക്കെ, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് വണ്ടികളാണ് കൂടുതലും വരിക. നല്ല അടിപൊളി വിലപ്പാകത്തിന് കൊടുക്കാനും പറ്റും അല്ലേ? എക്സ്ചേഞ്ച് വണ്ടികൾ കിട്ടും. അതിൽ തന്നെ മോഡൽ കൂടിയതാണെങ്കിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വണ്ടി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് വരുന്ന ലൊക്കേഷൻ കുണ്ടായത്തോടാണ്, കോഴിക്കോട് കുണ്ടായത്തോട്, ചെറുവണ്ണൂരിൻ്റെ അടുത്ത്. അതായത് കോഴിക്കോട് രാമനാട്ടുകര ഇതിൻ്റെ ഇടയിലായിട്ടാണ് ഏകദേശം വരിക, സെൻട്രലായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ സെഗ്മെന്റ് ഇവിടെ ഇപ്പോൾ വലുത് ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ? ഏറ്റവും വലുത് ഇല്ല, വലുതില്ല. നമുക്കിപ്പോൾ വരുന്നത് ഈ ഒരു ഇൻട്രാ ആ സെഗ്മെന്റാണ്. ഓക്കെ. വലുതിപ്പോ വേണമെന്നുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? എന്ത് തന്നെയായാലും ട്രക്കോ കാര്യങ്ങളോ വലിയ ട്രക്കോ അറേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ? ആദ്യം നമുക്ക് ടാറ്റയുടെ വണ്ടി തന്നെ കൊടുക്കാം. ഇൻട്രാ V30 ആണ് അല്ലേ? ഇൻട്രയിലെ ഏറ്റവും കൂടിയ V30 അല്ലേ? അല്ല, ഇതിലിപ്പം V70 വരെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് 70 വരെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടുത്തെ ഓട്ടത്തിന് പോണ വണ്ടി V30 ആണ്. അതായത് ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വലുപ്പമുണ്ട്, കാര്യങ്ങളുടെ അത്യാവശ്യം ടെന്നേജ് കയറിപ്പോവും. അതായത് ഒരു സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ല വണ്ടിയുടെ ഒരു പ്രത്യേക വണ്ടിക്ക്. അപ്പൊ കേരള 71 രജിസ്ട്രേഷൻ കിടക്കണം. ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ? പേപ്പറൊക്കെ ഫുൾ ഫിറ്റ് ആണ്. ഏതാ മോഡൽ? ഏതാ? 2020 മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ ആകെ 60,000 ഓടിയിട്ടേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബോഡി ടൈപ്പ് ആണ് ഉദ്ദേശിക്കേണ്ടത്. ഇത് 3 സൈഡ് ഓപ്പൺ ആണ് വണ്ടി. 3 സൈഡ് ഓപ്പൺ അല്ല? 3 സൈഡ് ഓപ്പൺ വണ്ടിയാണ്. വേറെ ഷീറ്റ് വെയിലേക്ക് അടിച്ചാണ്. എല്ലാ ഭാഗവും വണ്ടി നല്ല ക്ലീൻ ആണ്. പിന്നെ അതേമാതിരി നമുക്ക് വണ്ടിക്ക് 10,000 കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയാ, ടയേഴ്സും എല്ലാം കുഴപ്പമില്ല. ടയേഴ്സ് എല്ലാം ഉണ്ട്. 10,000 കിലോമീറ്റർ അല്ലേ വണ്ടി? എങ്ങനെയാ? 6 മന്ത് ആണ് വാറണ്ടി. 6 മന്ത് കഴിഞ്ഞാൽ വേണം കസ്റ്റമേഴ്സ് വേണമെങ്കിൽ ഇനിയും നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. 6 മാസം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ വാറണ്ടി കൊടുക്കുന്നത്. 2020 മോഡൽ 62,000 കിലോമീറ്റർ. 68. ഓക്കെ, കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വേറെ വർക്കൊന്നുമില്ലല്ലോ, ഒന്നും വന്നില്ല. ഒക്കെ സർവീസ് ആയി നിൽക്കുന്ന പക്ക ജെന്യൂൻ വണ്ടികളാണ്. പേപ്പർ എല്ലാം ഫിറ്റ് ആണ് നിലവിൽ. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. ഇതിന് ഏകദേശം എത്ര കോസ്റ്റ് വരും ഇൻഷുറൻസിനൊക്കെ? എങ്ങനെ എത്ര കോസ്റ്റ് വരും ഇൻഷുറൻസ്? ഏകദേശം നമുക്ക് ഇൻഷുറൻസ് എമൗണ്ട് ഒരു 14 രൂപ ഏകദേശം വരും. 3 സൈഡ് ഓപ്പൺ ആണ് ബോഡി, അതാണ് പ്രത്യേകത. ഓക്കെ. പൊതുവെ ഇതിന്റെ മൈലേജ് എങ്ങനെയാണ് V30? നമ്മൾ കമ്പനി ഏകദേശം 20 അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്നാലും ഒരു 16-17 അടുത്ത് എന്തായാലും മൈലേജ് ഒരു 15-17 അടുത്ത് എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട്. നമുക്ക് കമ്പനി എടുത്തത് 1000 സംതിങ് ആണ്. പക്ഷെ എന്തായാലും ഒരു 2.5-3 വരെ കയറി പോകുന്നുണ്ട്. ഓക്കെ. എത്ര ഇനിയിപ്പോ ചോദിക്കുന്നത്? ഇത് നമ്മൾ 5-10 ചോദിച്ചിട്ടുള്ളൂ. 5,10,000 രൂപയ്ക്ക് 2020 മോഡൽ 62,000 കിലോമീറ്ററോടെ ഈ ഒരു ഇൻട്രാ V30 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. പേപ്പർ വൈസും എല്ലാം ഫിറ്റാണ്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എടുക്കുക ഓടിക്കുക അല്ലേ? അതെ. പിന്നെ ലോൺ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഫുള്ള് ലോണും കിട്ടും. ഫുള്ള്. ഓക്കെ. അപ്പോൾ താല്പര്യമായിട്ട് വിളിച്ചു അടുത്ത വണ്ടി. ടാറ്റയുടെ ചെറിയ സെഗ്മെന്റ് ആണ്. ACE KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ അല്ലേ? അതെ. ആദ്യത്തെ ACE ഗോൾഡ് അല്ലേ? ACE ഗോൾഡ്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ വണ്ടിയാണ്. കിലോമീറ്റർ ആകെ 50 സംതിങ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഈ പറഞ്ഞോളം തന്നെ നല്ലൊരു വണ്ടി തന്നെയാണ്. ബോഡി ബോഡി ഹൈടെക് ബോഡിയാണ് വരുന്നത്. അതായത് ആൾക്കാർ കവറിംഗ് ബോഡി യൂസ് ചെയ്യാനും പറ്റും, ഓപ്പൺ ബോഡി യൂസ് ചെയ്യാൻ പറ്റും. ഹൈടെക്കിന് മുകളിൽ അതേമാതിരി കമ്പി വർക്ക് എടുത്തിരിക്കുന്നത് എല്ലാം നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്.
ഓക്കെ 21 മോഡലാണ് 50,000 കിലോമീറ്റർ ഓടിയ വാഹനം. അതെ, ഒരു വർക്കില്ല അല്ലേ? ഒരു വർക്കില്ല, പക്ക പേപ്പറൊക്കെ എല്ലാ പേപ്പറും. നമ്മളിപ്പം പേപ്പർ തെറ്റാണെങ്കിൽ പോലും നമ്മൾ പേപ്പർ ഫിറ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. ഇതിനും വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? വാറണ്ടി ഉണ്ട്. ഇതിന് ഇതേമാതിരി നമുക്ക് 10,000 കിലോമീറ്റർ അല്ലെ 6 മന്ത് വണ്ടിക്ക് എഞ്ചിന് വാറണ്ടി ഉണ്ട്. ഓക്കെ, വാറണ്ടി കൊടുക്കുന്നുണ്ട്. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് 280 ചോദിച്ചിട്ടുള്ളൂ. ആകെ 280. അതെ, ഫുൾ ഓൺ കിട്ടോ? ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓണിൽ 2,80,000 രൂപയ്ക്ക് 2021 ACE ഗോൾഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിനൊക്കെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ലേ? ഇത് പെട്രോൾ വണ്ടി വരുന്നത് നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ സെഗ്മെന്റ് ചെറിയ സെഗ്മെന്റിൽ പോകുന്ന ഒരു വണ്ടിയാണിത്. എത്ര ഒരു 14 കിട്ടും മൈലേജ്? അല്ല, അതിന്റെ മുകളിൽ കിട്ടും. മൈലേജ് ഒരു 16-18 അടുത്ത് വരെ മൈലേജ് കിട്ടും. അത്രയും കിട്ടും. നമ്മൾ കമ്പനി 24 അടുത്ത് പറയുന്നുണ്ട്. എത്ര കപ്പാസിറ്റി വണ്ടെന്നാ? എത്ര? അതെ, 800 സംതിങ് ആണ് കപ്പാസിറ്റി വരുന്നത്. ഒരു വണ്ടെന്നൊക്കെ വലിയ 1-1.5 2 അടുത്ത് വരെ പോകാറുണ്ട്. കസ്റ്റമർ പറയണേ നമുക്കറിയില്ല. ഞങ്ങൾ പറയാം 1-1.5 വരെ എന്തായാലും കയറി പോകുന്നില്ല. ഒരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും എയ്സ് ആണ്. ടാറ്റ വണ്ടികൾ മാത്രമല്ല, വേറെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനെയും കാണിച്ചു തരാം. അപ്പൊ KL 46 ഗുരുവായൂർ വണ്ടി എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ എയ്സ് ഡീസൽ ആട്ടോ. ഡീസൽ ഐസ് അല്ലേ? ഓക്കെ. നേരത്തെ പെട്രോൾ ആണ് അല്ലേ? മറ്റേ നമ്മൾ പെട്രോൾ, ഇത് ഡീസലാണ്. 2020 മോഡൽ എയ്സ് ആണ്. കിലോമീറ്റർ ആകെ 39 സംതിങ് ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. നമ്മളെ പറഞ്ഞോളം തന്നെ വാറണ്ടി 10,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. വേറെ മേജർ വർക്കോ കാണാൻ ഒന്നും തന്നെ ഇല്ല. എല്ലാം പക്ക സർവീസ് പോയി നിൽക്കുന്ന വണ്ടിയാണ്. ഇതിന് മറ്റേക്കാട്ട് എന്തായാലും മൈലേജ് ഉണ്ടാവില്ല അല്ലേ? പിന്നെ ഇത് മൈലേജ് ചോദിക്കേണ്ട, ഒരു 20 മുകളിൽ കൺഫേം. പിന്നെ അങ്ങോട്ട് ഒരു സംശയം വേണ്ട. ഓക്കെ ഓക്കെ. അപ്പോ ഇതിനും വാറണ്ടി കൊടുക്കാം അല്ലേ? വാറണ്ടി ഉണ്ട്. ഈ വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. എത്ര ചോദിക്കുന്നതിന്? ഇത് നമ്മൾ 340 ചോദിച്ചിട്ടുള്ളൂ. 3,40,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ കിട്ടും. ഫുൾ ഓൺ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി ടാറ്റ മാറി സുസുക്കി വന്നു അല്ലേ? അതെ, സൂപ്പർ ക്യാരിയാണ് അടുത്ത വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല് സൂപ്പർ ക്യാരിയാണ്. ഓക്കെ, കിലോമീറ്റർ 92,000 കിലോമീറ്റർ ഓടിയത്. 22 മോഡൽ 21 മോഡൽ 92,000 കിലോമീറ്റർ. അതെ, സർവീസ് എല്ലാം പ്രോപ്പർ ആണോ? എല്ലാം കറക്റ്റ് തന്നെ. നമ്മുടെ അടുത്തുള്ള എല്ലാ വണ്ടിയും സർവീസിലും പക്കിയായിരിക്കും. നമ്മൾ അഥവാ സർവീസിന് പുറത്ത് ചെയ്താണെങ്കിൽ പോലും ഉണ്ടെങ്കിലും ആ ജെനുവിൻ കിലോമീറ്റർ അതിലുണ്ടാവും. അതിൽ പിന്നെ നമുക്ക് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം വരുത്തില്ല. കമ്പനി നമ്മൾ ഡയറക്റ്റ് എടുക്കുകയാണല്ലോ. എടുക്കാണ്ട് നമുക്ക് പിന്നെ അത് കമ്പനി പറയുന്നത് നമുക്ക് റൂൾസ് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കുന്നു, അത് തിരിച്ച് കസ്റ്റമേഴ്സിന് നമ്മൾ സെല് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ടേംസ് വരുന്നത്. അപ്പൊ അതിനെക്കൊണ്ട് പിന്നെ നമ്മൾ പിന്നെ അതിന്റെ മുകളിലും പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല. 21 മോഡൽ 92,000 ഡീസൽ. ഇത് പെട്രോളാ? അതെ, സൂപ്പർ കാരി പെട്രോളിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഡീസൽ ഉണ്ടായിരുന്നു, 19 ഡീസൽ ഉണ്ടായിരുന്നു. പിന്നെ ഡീസൽ ഇറങ്ങിയില്ല. പിന്നെ പെട്രോളേ ഉള്ള വണ്ടി. പെട്രോളും CNG ആണ് അവർക്ക് ഇപ്പോൾ വണ്ടി ഉള്ളത്. അവരെ ചെറിയ സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണത്. പറയാം. ബോഡി ടൈപ്പ് മൊത്തം കവർ ചെയ്തിട്ടുള്ള ഓപ്പൺ ബോഡി വണ്ടി. അങ്ങനെയാണ്, അങ്ങനെ യൂസ് ചെയ്യാം. കവർ ചെയ്ത് വെച്ചാണ്. എങ്ങനെയാണ് കസ്റ്റമേഴ്സ് എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കുകയും ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ ഈ ചില വണ്ടികളൊക്കെ ഇവിടുന്ന് എടുത്തു പോയിട്ട് ഈ ബോഡി ബോൾട്ടിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരാറുണ്ടോ? ഈ ചെയ്യുന്ന ബോഡികളാണ്. അത് വെൽഡിങ്ങും 8 വോൾട്ട് ഉണ്ടാവുക. അതിപ്പോ നമുക്ക് ഈ കിലോമീറ്റർ ഓടുമ്പോൾ എന്തിനാലും ആ സൗണ്ട് വരും. അത് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. അതിപ്പോ ഞാൻ വർക്ക് എടുത്ത് കൊടുത്ത വണ്ടി ആയാലും ശരി, ഇനി പുറത്ത് എത്രത്തോളം വർക്ക് എടുത്ത് ചെയ്യുന്ന ഏത് വലിയ ഗ്രൂപ്പ് ആയാലും ശരി, അത് ആ കിലോമീറ്റർ ഓടി തുടങ്ങിയാൽ എങ്ങനെയായാലും 8 വോൾട്ടും അത് സൗണ്ട് വരും. പിന്നെ ഒന്നും കൂടി പിന്നെ നമ്മളത് അതാണ് ഈ 2 കൊല്ലം കൂടുമ്പോൾ 1 കൊല്ലം കൂടുമ്പോൾ നമ്മൾ ബ്രേക്ക് വൺ സിസ്റ്റം അല്ലേ ഈ വണ്ടികൾക്ക് വെക്കാനുള്ള കാരണം. എനിക്ക് തോന്നിയാൽ ചിലപ്പോൾ അതായിരിക്കട്ടെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ആ വണ്ടി ഒന്ന് വൃത്തിയിടാൻ അവർ ഒന്ന് നന്നാക്കി പെയിന്റ് ഒക്കെ അടിച്ച് ഈ 8 വോൾട്ടും ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റും. ക്യാരേജ് ആണല്ലേ, അതായത് 10 AG കിട്ടുന്ന വണ്ടിയാണല്ലോ, കിലോ കിട്ടുന്ന വണ്ടിയാണല്ലോ. ഇതിന് എങ്ങനെയാ ലോഡിംഗ് കപ്പാസിറ്റി വരുന്നത്? ഇത് അതേമാതിരി നമ്മളെ എയ്സിനോട് സെയിം നിൽക്കുന്ന വണ്ടി. അതെ അതെ, 1.5 ഇതിന്റെ കപ്പാസിറ്റി ഉണ്ടാവും. ചെറുവണ്ടികൾ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണിത്. മൈലേജ് പോലെ തന്നെ കിട്ടോ? മൈലേജ് ഒരു 15-16 അടുത്തൊക്കെയാണ് ഏകദേശം മൈലേജ് കിട്ടിയ വണ്ടി. പെട്രോൾ ആണല്ലോ? പെട്രോൾ വണ്ടി. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 2.25 രൂപ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഈ വണ്ടിക്കും ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും. 275 2021 മോഡൽ 92,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഫുൾ ലോണിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാം പേപ്പറെല്ലാം പേപ്പറൊക്കെ ഫിറ്റ്. നമ്മുടെ കച്ചവടം ഫുൾ പേപ്പർ ഫിറ്റാണ്. നമുക്ക് അതിൽ അങ്ങോട്ട് കൊടുക്കും. നമുക്ക് പേര് മാറി കൂടെ നിർബന്ധം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഏസിലോട്ട് തന്നെ വന്നു. KL 5 കോട്ടയം വണ്ടിയാണ്. ഒരു ഫുൾ കവേർഡ് ബോഡി. കവേർഡ് ബോഡി. ആസി കവേർഡ് ബോഡിയിലെ വണ്ടി തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ വണ്ടിയാണ്. വേറെ 27 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 22 മോഡൽ വണ്ടി അല്ല, 27 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 25,000. അതെ അതെ. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടി എന്ന് പറയാൻ പറ്റും അല്ലേ? കൊമേഴ്ഷ്യലിൽ ഇത്രയും ഓട്ടം കുറഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വണ്ടി, പക്ക ക്വാളിറ്റി വണ്ടിയാണ്. ഇത് അതേമാതിരി തന്നെ സാധനം കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ ഈ ഇത് കണ്ടല്ലോ, ഓരോന്ന് പറയാ നമ്മളെ ഗുഡ്സ് ഐറ്റംസ്, പിന്നെ അതേപോലെ നനയാത്ത ഐറ്റംസ് ഒക്കെ, അതേപോലെ ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ പർപ്പസും വണ്ടിയാണ്. അതെ അതെ അതെ. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇതിപ്പോ. ഓക്കെ, അങ്ങനത്തെ ബോഡിയാണ്. പിന്നെ
ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ഇൻഷുറൻസിൽ ഇതിന്റെ CC വൈസ് തന്നെയാണോ നമ്മൾ ഇൻഷുറൻസ് അടക്കേണ്ടത്? CC വൈസ് തന്നെയാണ്, അല്ലാണ്ട് ബോഡി ഈ ബോഡി നമ്മൾ അഡീഷണൽ നമ്മൾ പരസ്യം ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ആർടിഒയിൽ വേറെ ക്യാഷ് അടക്കണം. അതായത് പരസ്യത്തിന്റെ അത് നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണോ ആ സ്ക്വയർ ഫീറ്റ് കണക്കിന് നമ്മൾ ഒരു കൊല്ലത്തേക്ക് വെച്ചിട്ട് അതിന് നമ്മൾ പരസ്യത്തിന് ഒരു ഫീസ് അവിടെ അടയ്ക്കാനുണ്ട്. അത് ടാക്സ് പോലെ കൊടുക്കുന്നത്? ടാക്സ് പോലെ തന്നെ ഒരു ഫീസാണ്, ടാക്സിന് കൂടെ അടിക്കാനല്ല, ടാക്സ് പോലെ തന്നെ ഒരു ഫീസാണ് അത് അടയ്ക്കാണ്ടാവും. ബാക്കി ഇൻഷുറൻസ് ഇങ്ങനെ തന്നെ വരുന്നതാണ്, വണ്ടിക്ക് തന്നെ CC അനുസരിച്ചാണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമ്മൾ 3,000 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 3,25,000 രൂപയ്ക്ക് 2022 AC 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോൺ കിട്ടും. ഈ ഒരു ബോഡി ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര കോസ്റ്റ് വരും? ഇത് കവേർഡ് ബോഡിയാണ് വരുന്നത്, ഇതിപ്പോൾ ഷീറ്റ് ബോഡിയാണ് വരുന്നത്. പക്ഷെ എന്നാലും നല്ല രീതിയിൽ തന്നെ ഉള്ളിൽ ചാനലൊക്കെ അടിച്ചെടുത്ത വർക്കാത്. ഇതിന്റെ അഭിപ്രായത്തിൽ അപ്രോക്സിമേറ്റ് ഒരു 60-70 ഇതിന് ഏകദേശം റേറ്റ് വരും. 70,000 രൂപ ഈ ഒരു ബോഡി മാത്രം വരും. പിന്നെ ഇതിന് കണ്ടെയ്നർ ബോഡിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 96 രൂപ അടുത്ത് വരും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഷീറ്റ് ബോഡിയാണ്. ഇത് പരസ്യം ചെയ്യാനൊക്കെ കിട്ടിയ രീതിയിലുള്ള ബോഡി ചെയ്തൊരു ടൈപ്പ് ഒരു വണ്ടിയാണിത്. പുള്ളി നല്ല വർക്ക്, ചാനൽ വർക്ക് എടുത്ത വണ്ടി അത്. അപ്പോൾ നിങ്ങൾ ഇനി ഒന്നും ചെയ്യാനില്ല, ഈ ഒരു ബോഡിയാണ് നിങ്ങൾക്ക് വണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോകണം അല്ലെ ഈ പൈസക്ക് അടുത്ത വണ്ടിയിൽ. വീണ്ടും നമ്മൾ ഇൻട്രയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. KL 11 രജിസ്ട്രേഷൻ വാഹനം, V20 ആണ്, V30 അല്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ് വണ്ടി, ഇൻട്ര V20 ആണ്. ഓക്കെ, ഡീസൽ വണ്ടിയാണ് വരുന്നത്. ഡീസലാണ് 19. ഓക്കെ, ഇപ്പൊ നമുക്ക് വണ്ടിക്ക് ഡീസൽ ഇല്ല, ഇപ്പൊ CNG ഉള്ളു വണ്ടി ഉള്ളത്. CNG അല്ലേ? അതെ അതെ. ഓക്കെ, പവറിൽ കാര്യമായിട്ടുള്ള മാറ്റം, ലോഡിംഗ് കപ്പാസിറ്റിയിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടോ? ഓക്കെ, ഏകദേശം പവർ ഏകദേശം സെയിം തന്നെയാണ്. ഇതിനൊക്കെ ഒരു 2 ടൺ 2.5 ടൺ വരെ കയറി പോണ മാക്സിമം കപ്പാസിറ്റി. ഓക്കെ, ഇപ്പോൾ വരുന്ന വണ്ടിക്ക് അതേ കപ്പാസിറ്റി വെച്ചിട്ടാണ് കമ്പനി ഇറക്കിക്കൊണ്ട് നിൽക്കുന്നത്. 2019 വണ്ടിയാണ്. മൈലേജ് എത്ര കിട്ടും ഡീസലിൽ? ഇതൊക്കെ ഒരു നമുക്ക് എന്തായാലും ഒരു 18-20 അടുത്ത് എന്തായാലും മൈലേജ് കൺഫേം ആണ്. ഓക്കെ, 20. CNG ആകുമ്പോൾ പുതിയനാകുമ്പോൾ ഒരു 20-25 ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നും ഇല്ല, ക്ലെയിം വർക്ക് ഒന്നും ഇല്ല. ഇപ്പൊ സർവീസ് കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ്. ഇതിപ്പോ കിലോമീറ്റർ 1,70,000 കിലോമീറ്റർ ഓടിയത് കമ്പനി സർവീസ് തന്നെയാണ്. നമ്മളെല്ലാം വർക്ക് എടുത്ത് വെച്ച വണ്ടിയാണ്. അപ്പം ഈ വണ്ടിക്ക് നമ്മൾ ഇവിടെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1.70 പക്ഷേ എന്നിട്ട് വാറണ്ടി ഉണ്ട്, കറക്റ്റ് ആണ്. അതിനോട് നമ്മളെ വാറണ്ടി ധൈര്യത്തിൽ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 19 മോഡൽ 3,75,000 ചോദിക്കുന്നത്. ഫുൾ ലോൺ വരും? ഏകദേശം ഫുൾ ലോൺ കയറും. ഇതിന്റെ പേപ്പർ ഇപ്പം തെറ്റി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പേപ്പർ മൊത്തം എടുത്തിട്ട് റേറ്റ് ആണ് പറഞ്ഞത്. ടാക്സ്, ഇൻഷുറൻസ് എല്ലാം എടുത്ത് പക്കി ആക്കിയിട്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ക്ലിയർ ആക്കിയിട്ട് വരും. പിന്നെ അടിപൊളി 4 ടയേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മളതിന്റെ പെയിന്റ് വർക്ക് ഒക്കെ എടുത്ത്, അതായത് പുതിയ ഫിറ്റ്നസ് എടുത്ത് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും തീരും. അതെ, അറിയാലോ. ആ റേറ്റിന് നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ ഏകദേശം കിട്ടും. ലോൺ നിങ്ങളുടെ ട്രക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വണ്ടിക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ബോഡി ഓപ്പൺ ടൈപ്പ്, പക്ഷേ ടൈപ്പ് ബോഡി. അടുത്തത് ഏസിന്റെ ഒരു കുട്ടിയാണ് അല്ലേ? കുട്ടിയാണ്. ഏസ് സിപ്പാണ്, XL. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ വണ്ടിയാണ്, ഏസ് സിപ്പ് XL. ഓപ്പൺ ബോഡി വണ്ടിയാണ്. ചെറുവണ്ടികളിൽ അത്യാവശ്യം, അതായത് ഇപ്പം ഈ 3 വീലർ ഇപ്പൊ നമ്മുടെ ഈ ഹൈവേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ചെറിയ പ്രശ്നം വന്നിട്ടുള്ളൂ. അപ്പൊ അതിനെ കൊണ്ട് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു സെഗ്മെന്റാണ് ഈ വണ്ടി. ഇപ്പോൾ സാധാരണ നമ്മളെ ചെറുവണ്ടി ഗുഡ്സ് ആപ്പ് പോലത്തെ അധികം ചെറുവണ്ടി ഇപ്പൊ അതിന് പകരം ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു വണ്ടി. അപ്പം വരുമ്പോഴേക്കും അത്ര എൻക്വയറി ആണ് വന്ന അവിടെ പോവുകയും ചെയ്യും. ഓക്കെ, 18 മോഡലാണ്. ഓട്ടോ എത്ര? ഇത് 1.60 ഓടിയത്. 1.60 സർവീസ് ആണ്, എല്ലാം കറക്റ്റ് സർവീസ്. നമ്മുടെ സർവീസിലും കറക്റ്റ് തന്നെ ആയിരിക്കും. ഇത് വാറണ്ടി ഉണ്ടോ? ഇല്ല, നമുക്ക് ഈ വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. നമുക്ക് 2019 ശേഷം വണ്ടി കഴിഞ്ഞപ്പോൾ വാറണ്ടി ആവണത്. നമ്മൾ എടുത്ത മുമ്പ് ഒരു കൊല്ലം മുമ്പുള്ള വീഡിയോസ് വാറണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2018 സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു കൊല്ലം കഴിയാനായില്ല. 19 വണ്ടി സ്റ്റാർട്ടിംഗ് ഉള്ളത്. 10 മുതൽ വണ്ടിക്കാണ് വാറണ്ടി. ഓക്കെ, എന്തായാലും സർട്ടിഫൈഡ് വണ്ടിയാണ്, അവർ ഇൻസ്പെക്ട് ചെയ്തെടുത്ത വണ്ടിയാണ്, അതായത് കൊണ്ടുപോകാൻ പറ്റും എന്തായാലും. അപ്പോൾ ഇനിയിപ്പോൾ എത്ര ചോദിക്കുന്നത്? ആകെ 1.7 ചോദിച്ചിട്ടുള്ളൂ. 1,70,000 രൂപയ്ക്ക് ഈ ഒരു സിപ്പ് കൊണ്ടുപോകാം. 3 വീലർ മാറ്റി ഒരു 4 വീലർ ആക്കിയാൽ നമ്മുടെ ഹൈവേ കൂട്ട് ഓടിച്ചു പോവുകയും ചെയ്യും. വീണ്ടും ഇൻട്ര തന്നെ V30 KL 39 രജിസ്ട്രേഷൻ. ഇത് കണ്ടെയ്നർ ടൈപ്പ് ബോഡിയാണ്, ഫുള്ളി ക്ലോസ്ഡ് ബോഡിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ വണ്ടിയാണ്. 21? അതെ, 2021 മോഡൽ വണ്ടിയാണ്. എന്താ പറയുക, ഇൻട്ര V30ന്റെ കണ്ടെയ്നർ ബോഡി വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഒരു എൻക്വയറി ടൈപ്പ് വണ്ടി തന്നെയാണ്. അതായത് കണ്ടെയ്നർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യക്കാർക്ക് നമ്മളെ റേറ്റ് വളരെ പ്രൈസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അല്ല, ഈ ഒരു ബോഡി ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നേരത്തെ പറഞ്ഞാൽ കൂടുതലാവും. ബാക്ക് ഓപ്പൺ ഉണ്ട്, സൈഡും ഓപ്പൺ ഉണ്ട്, 2 സൈഡ് ഓപ്പൺ ഉള്ള വണ്ടിയാണ്. ഏകദേശം എത്ര? ഒരു 1 ലാഖിന്റെ അടുത്ത് ഏകദേശം ബോഡിക്ക് മാത്രം വരും അല്ലേ? ബോഡിക്ക് മാത്രം വരും. അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള ഫുള്ള് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. 2021 മോഡൽ. ഓട്ടോ എത്രയത്? ഇത് 1,07,000 കിലോമീറ്റർ വണ്ടി ഓടിയത്. കമ്പനി സർവീസ് തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ മാതിരി വണ്ടിക്ക് വാറണ്ടി ഉണ്ട്, വാറണ്ടി കൊടുക്കുന്ന വണ്ടി തന്നെയാണ്. പിന്നെ വേറെ എന്താ പറയാ, മെക്കാനിക്കൽ നല്ല ഫിറ്റ്, നല്ല വണ്ടിയാണ്. ഫിറ്റ്നസ് ഇപ്പൊ കഴിഞ്ഞെടുക്കാണ്.
നമ്മൾ ആ പുതിയ ഫിറ്റ്നസ് എടുത്ത് കൊടുക്കും. ഇൻഷുറൻസ് പുതിയ എടുത്ത് പക്ക ക്ലിയർ ആയി കൊടുക്കും. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിപ്പോൾ 5,76,000 ചോദിച്ചിട്ടുള്ളൂ. 5,75,000 ചോദ്യം. 2021 1,04,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ഫുൾ കണ്ടെയ്നർ ബോഡി ചെയ്താണ്. ഏകദേശം 1,00,000 രൂപയുടെ പണി വരും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അതും കൂടി കണക്കാക്കുക. പിന്നെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുകയാണ്, കമ്പനി വാറണ്ടിയിൽ. ഓക്കെ, ഫുൾ സർവീസ് ഉണ്ട്. ലോൺ ഫുള്ള് ചാൻസ് ഉണ്ടോ? ഫുള്ള് കയറും അല്ലേ? അടുത്തതാ അശോക് ലേലൻഡ് ദോസ്ത് KL13 കണ്ണൂർ വണ്ടിയാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2023 മോഡല് സ്ട്രോങ് LS പറഞ്ഞ വേരിയന്റ് വണ്ടിയാണ്. ഓക്കെ. ഇത് വണ്ടി ആകെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23 മോഡൽ വണ്ടി. ഒരു കമ്പനി വാറണ്ടി കഴിഞ്ഞോ? ഇത് നമുക്ക് വാറണ്ടി ഉണ്ട്. ഇപ്പം കമ്പനി വാറണ്ടി തന്നെ ഉണ്ടോ? ആ കമ്പനി വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടിയിലേക്കാണ്. 15,000 മാത്രം ഓടിയ സിംഗിൾ ഓപ്ഷൻ അല്ല. ഓക്കെ, എന്താ പറയാ, ഒരു അൺടച്ചബിൾ പീസ് എന്ന് പറയാം. ഇതിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഷീറ്റ് വെയിലൊക്കെ അടിച്ച വണ്ടി തന്നെയാണ്. ടയേഴ്സ് എല്ലാം ഓക്കെയാണ്. പാർട്ടിക്കൊന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. എല്ലാം പക്ക ക്ലിയർ നിൽക്കുന്ന വണ്ടിയാണ്. മൈലേജ് എങ്ങനെ? ഇതിന് ദോസ് എനിക്ക് തോന്നുന്നു ഒരു 15-16 മൈലേജ് ലോഡിങ് തോന്നുന്നത്. ഒരു മൈലേജ് ആണ് എനിക്ക് കിട്ടുന്നത് തോന്നുന്നത്. 2 ടൺ 3 ടണ്ണൊക്കെ സുഖമായിട്ട് വലിച്ചു പോകുന്നുണ്ട് പറയുന്നുണ്ട് കസ്റ്റമർ. ഓക്കെ, ഫ്രണ്ട് ലീഫ് വരുന്ന മോഡലാട്ടോ. ലീഫ് വരുന്നല്ലേ? ഓക്കെ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,40,000 ചോദിക്കുന്നുള്ളൂ. 6,40,000 2023 അണ്ടർ കമ്പനി വാറണ്ടി, അതായത് അശോക് ലേലൻ്റെ വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണ്. 15,000 കിലോമീറ്റർ നിലവിലോടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 6,40,000 ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ ഇതിലും കിട്ടുന്നുണ്ട്. ഈ ഒരു വാഹനത്തിനും ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് വിളിക്കാം. വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണ്. പുതിയ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ കുറച്ച് പ്രൈസ് വരുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ അതിനേക്കാൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനം. അപ്പോൾ അടുത്ത വണ്ടിയിലോട്ട് പോയാലോ? സോറി, വണ്ടി ഇപ്പം നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പം ഇനി വരണം. വണ്ടി തീർന്നോ? വണ്ടി തീർന്നു. ഇതിന് മുമ്പേ നമ്മൾ 2-3 ദിവസം മുന്നേ കുറച്ച് ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നു. അതിന് വണ്ടികളെ 2-3 അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. നമുക്കിനി വണ്ടി വരാൻ കേട്ടോ. നമുക്കിനി ദോസ്തിൻ്റെ തന്നെ 2020 മോഡല് 5 വോൾട്ട് വരാനുണ്ട്. 2020 മോഡല്. പിന്നെ 2018 മോഡല് എയ്സ് മിന്റ് വരാനുണ്ട്. പിന്നെ 2020 മോഡല് എയ്സ് ഗോൾഡിന്റെ കവറിംഗ് ബോഡി വരാനുണ്ട്. പിന്നെ നമുക്ക് 2021 മോഡല് ഇൻട്രാ V30 AC വരാനുണ്ട്. 4 വണ്ടി ഇപ്പോൾ നമുക്ക് ഈ മാസം തന്നെ വരാനുണ്ട് ഇങ്ങോട്ടേക്ക്. അല്ല, ഇവിടെ കാണുന്ന ബാക്കിയുള്ള വണ്ടിയൊക്കെ അഡ്വാൻസ് ആയി. ബാക്കി ഒരു കണ്ടി അഡ്വാൻസ് ആയി കിടക്കുന്നുണ്ട്. ഇതിൽ കാണുന്ന വീഡിയോ കുറച്ച് വണ്ടി അഡ്വാൻസ് ആയതാണ്. ചിലതാകത്തതുകൊണ്ട് നമുക്ക് വരുമ്പോൾ നോക്കി കൊടുക്കാൻ നമുക്ക്. ഓക്കെ, എന്തായാലും തൽക്കാലം പിന്നെ മൈൻഡപ്പ് ചെയ്തേ പറ്റൂ, രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. ധൈര്യത്തിൽ വണ്ടി എടുത്ത് കൊണ്ടുപോകും അല്ലേ? ആ ഒരു ടാറ്റയുടെ ഒരു വാറണ്ടി കൊടുക്കുന്നുണ്ട് ടാറ്റ വണ്ടികൾക്ക്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും വിളിച്ചോളൂ. കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് കുണ്ടായത്തോടാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഇതേപോലത്തെ കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. സുഷിനോട് നമുക്ക് ഇടക്കിടക്ക് പറയാം, പുതിയ സ്റ്റോക്കുമായിട്ട് വരാം അല്ലേ? എല്ലാവർക്കും തോന്നി. താങ്ക് യു. ബൈ.